മാങ്ങയെ ആപ്പിൾ ആക്കാൻ ശ്രമിക്കാറുണ്ടോ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. പക്ഷേ എല്ലാ ഫ്രൂട്ട്സിനും ഒരേ വളമാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? അല്ല. ഒരേ രീതിയിലാണോ പരിചരിക്കുന്നത്? അല്ല. ഇതുപോലെയാണ് നമ്മുടെ മക്കളും. നമ്മൾ ചില മക്കളുണ്ടല്ലോ, മാങ്ങ പോലെയാണ്. പുറത്തിത്തിരി കട്ടിയായിട്ട് തോന്നും, ഉള്ളിൽ നല്ല മധുരം. അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഒരു ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് സ്വഭാവമായിരിക്കും. ഇത്തരം മക്കളാണ് നമുക്കുള്ളതെങ്കിൽ അധികം പ്രഷർ വേണ്ട. സമയം കൊടുത്ത് അത് താനെ പഴുക്കട്ടെ. പ്രഷർ കൊടുത്ത് പഴുത്താൽ അതിന് മധുരം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സമയം കൊടുക്കുക. എന്നാൽ ചില മക്കൾ പഴം പോലെയാണ്. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ കാര്യത്തിന് വരെ പെട്ടെന്ന് ഹേർട്ടാവുന്ന സ്വഭാവമായിരിക്കും. ഇത്തരം കുട്ടികളെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ടോൺ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്രീസിയേഷൻ കൊടുക്കുക. എന്നാൽ കൂടുതലായും കാണുന്ന ഒരു ഫ്രൂട്ടാണ് പേരക്ക. ഇതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കുറേ മക്കളുമുണ്ട്. കാണുമ്പോൾ നോർമലായിട്ട് നമുക്ക് തോന്നും. എന്നാൽ പ്രത്യേകിച്ച് മണമോ അങ്ങനെയൊന്നും കാണാനുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിറയെ വിത്തുണ്ട്, ഗുണമുണ്ട്. ഇതുപോലെയാണ് നമ്മളിലെ കൂടുതൽ മക്കളും. കാണുമ്പോൾ ആവറേജ്, പഠനത്തിലും ആവറേജ്, എന്ന പ്രത്യേക കളി, സ്പോർട്സ്, കോ-കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും സ്റ്റാറും അല്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരായിരിക്കും സ്റ്റാറായി നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. ഇത്തരം കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക. പകരം ആ ഒരു ട്രസ്റ്റ് കാണിക്കുക. നിന്നെ എന്ത് ഏൽപ്പിച്ചാലും നീ അത് കൃത്യമായി ചെയ്യുമെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിലുള്ള നമ്മുടെ മോട്ടിവേഷൻ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉപ്പും മുളകും ഇട്ടാൽ ഇത് ടേസ്റ്റ് കൂടില്ലേ? അതേപോലെ തന്നെ മോട്ടിവേഷനും അപ്രീസിയേഷനും ഒക്കെ ഇത്തരം കുട്ടികൾക്ക് കൊടുക്കാം. ഇനി ചില മക്കൾ ഈ മുന്തിരി പോലെയാണ്. അവർക്ക് എപ്പോഴും എക്സ്ട്രോവേർട്ട് സ്വഭാവമായിരിക്കും. കൂട്ടത്തോട് നിൽക്കുമ്പോഴായിരിക്കും എനർജി ഉണ്ടാവുക. ഇത്തരക്കാർക്ക് സോഷ്യൽ പിയർ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുക, അവരെ ഫ്രണ്ട്സിനെ റെസ്പെക്റ്റ് ചെയ്യുക. അത്തരം കിഡ്സ് ആയിരിക്കും ചില ആൾക്കാർ. എന്നാൽ ചില കുട്ടികൾ നമ്മൾ ഈ പൈനാപ്പിൾ പോലെയാണ്. കാണുമ്പോൾ പുറത്ത് മുള്ളും കുറച്ചൊരു റഫായിട്ട് നമുക്ക് തോന്നും. അവർ റൂഡായിട്ട് സംസാരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ മധുരമുണ്ട്. അവരോട് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് അവർ അതേപോലെ തന്നെ റെസ്പെക്റ്റ് തരും. അവർക്കെപ്പോഴും നിങ്ങൾ എൻ്റെ കിങ് ആണ്, ക്വീനാണ്, നീ എൻ്റെ രാജകുമാരിയാണ് എന്ന രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കുക അത്തരം മക്കൾക്ക്. നമുക്കിടയിലുള്ള മറ്റു ചില കുട്ടികളാണ് സബർജില്ലേ പോലെ. ഇതിന് പ്രത്യേകിച്ചൊരു ഫ്ലേവർ ഇല്ലെങ്കിലും ഏത് വെള്ളത്തിലാണോ നമ്മൾ ഇടുന്നത് അതേ ഫ്ലേവർ ആയിരിക്കും ഇതിനിട്ട്. മോസ്റ്റ് അഡാപ്റ്റബിൾ ടൈപ്പ് ഓഫ് കിഡ്സ് ആയിരിക്കും ഇത്. ഇവർക്ക് സ്വന്തം ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പകാലത്ത് തൊട്ട് തന്നെ ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചോയ്സുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക. NLPയിൽ പറയാറുണ്ട്, മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. നിങ്ങളുടെ കണ്ണിലെ കുട്ടിയല്ല, കുട്ടിയുടെ കണ്ണിലെ ലോകമാണ് വലുത്. വിത്തറിഞ്ഞ് വളമിടുക. അതുപോലെ തന്നെയാണ് കുട്ടി ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പാരൻറ്റിങ് സ്റ്റൈല് മാറ്റുക. നിങ്ങൾക്ക് 3 മക്കളുണ്ടെങ്കിൽ 3ഉം ഒരേ പഴമാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ് സ്റ്റൈലും ഒരേപോലെ ആകരുത്. ഏതാണോ നിങ്ങളുടെ കുട്ടി, ഏത് പഴമാണോ എന്നറിഞ്ഞ് അതിനനുസരിച്ച് വളമിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഏത് പഴമാണ്? കമൻറ്റ് ചെയ്യും.